90+ വനിതകൾക്കായി മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ചിരിയുടെ വാത്സല്യം പകർന്ന രാഗസുന്ദര വേദിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. കുഞ്ഞു പാട്ടിന്റെ മധുര മഴയിലേക്ക് എത്തുന്നു തിരുവനന്തപുരത്ത് നിന്നും ആൻ ബെൻസൺ. വെൽക്കം ആൻ ബെൻസൺ ഓൺ സ്റ്റേജ്. എന്തോ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ? നന്നായിട്ട് പോകുന്നു. അപ്പൊ ഏത് പാട്ടാണ്? ഞാൻ ഇന്ന് ഡേഞ്ചർ ബിസ്ക്കറ്റ് സിനിമയിലെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നു. മ്യൂസിക് ആരാ? ദക്ഷിണാമൂർത്തി സ്വാമി, ശ്രീകുമാരൻ തമ്പി സാർ, എസ് ജാനകിയമ്മ. ആൺകുട്ടി എന്ന പെൺകുട്ടി തിരിച്ചു വന്നു. അപ്പം ഇന്ന് പാടാൻ പോകുന്ന പാട്ടിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? കടിച്ചാ പൊട്ടാത്ത പാട്ടാണോ അല്ല സാധാരണ ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ടൈപ്പാണോ? രണ്ടും മിക്സ്. ജനകീയമാണോ മ്യൂസിക്കൽ പാട്ടാണോ? എന്താ പറയണ്ടെന്നറിയില്ല. സിമ്പിളും ആണ് ടഫും ആണ്. അതെങ്ങനെയാ അങ്ങനെ വരുന്നത്? സിമ്പിളും ആണ് ടഫും ആണ്. സിമ്പിൾ ആയിട്ട് തോന്നും, പാടുമ്പോ അത് ടഫാണ്. അങ്ങനെയാണോ? കേൾക്കുമ്പോ സിമ്പിൾ ആയിട്ട് തോന്നും. അത് മതി. മുടി എന്താ വെട്ടിക്കളഞ്ഞോ? ഇല്ല, അത് കെട്ടി കെട്ടിയപ്പോ ഇറക്കം കുറഞ്ഞു പോയതാണ്. ഓക്കെ. രാജാങ്കളി നമ്മുടെ ആൻകുട്ടി എന്ന പെൺകുട്ടിയാണ്. ആൺകുട്ടിയാണോ? അല്ല, പെൺകുട്ടിയാണ്. എന്ന പെൺകുട്ടിയാണ്. ആൻ ബെൻസൺ. ബെൻ ജോൺസണായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല. ഓർക്കസ്ട്രക്കാരൊക്കെ വിളിക്കുന്നത് ബെൻ ജോൺസൺ. കറക്റ്റ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന കരളിൻ ദാഹം തീരുമോ? മധുര യൗവന രാഗമേളകൾ മിഴിയിൽ മാത്രമൊതുങ്ങുമോ? കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന
എന്തോ നന്നായിട്ട് പാടി, താങ്ക് യു അങ്കിൾ. വളരെ ഗംഭീരമായിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു അങ്കിൾ. എനിക്ക് തോന്നിയത് ഒത്തിരി പേടിയുണ്ട് ഉള്ളില്. ഇല്ല. ഉണ്ട് ഇല്ല. ഒരു ചെറിയ, അത് ലാസ്റ്റില കരളിൻ ദാഹം തീരുമോ എന്ന് പാടിയപ്പോഴത്തേക്ക് സ്ലിപ്പായി പോയി. അത് തീരുമോന്ന് സ്ലിപ്പായി കഴിഞ്ഞ് പിന്നെ തീരുമോന്ന് ആ മോയുണ്ടല്ലോ, മോ സ്റ്റഡി ആയതുമില്ല. അതുവരെ നല്ല ഭംഗിയായിട്ട് വന്നു. പിന്നെ അതിനിടയിൽ വന്നത് അനുപല്ലവിയുടെയും ചരണത്തിൻ്റെയും എൻഡ് ലൈന് ശ്രുതിയിൽ അങ്ങോട്ട് ലയിക്കണം. അതായത് മധുഗണമെന്തിനു മലരിൽ, അതൊന്ന് പാടിക്കേ. മധുകണമെന്തിനു മലരിൽ കറക്റ്റാണ്. അടുത്ത നറുമലർ പോലെ വിടർത്തരുതോ. അതങ്ങനെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ നന്നായിരുന്നു. ഒരുപാട് നല്ല പോർഷൻസ് ഉണ്ട്, ബാക്കിയെല്ലാം നല്ല പോർഷനാണ്. താങ്ക് യു. പക്ഷെ ഇത് എനിക്ക് പറഞ്ഞു തരണമെന്ന് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വരികളും ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ട്യൂണും കൂടെ വരുമ്പോൾ അതിൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇത് ജാനകിയമ്മയല്ലേ പാടി. അപ്പം ഇങ്ങനത്തെ വരികളിലാണ് അമ്മ അതിൻ്റെ ഡൈനാമിക്സ് മാക്സിമം കയറ്റി വിടുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എനിക്ക് ടോട്ടലി നല്ല ഇഷ്ടപ്പെട്ടു. Thank you, അതിനൊരു uncle. സംശയമില്ല. അതിന് ആദ്യം തന്നെ ഒരു താങ്ക് യു. കാര്യം. ഈ സംഭവം ആദ്യം മോള് പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ സംഭവം. കേൾക്കാൻ സിമ്പിൾ ആണെങ്കിലും പാടി വരുമ്പോൾ വിവരം അറിയും എന്ന ടൈപ്പ് കാറ്റഗറിയിലുള്ള പാട്ടുകളാണിത്. രവീന്ദ്രൻ മാസ്റ്ററുടെ പാട്ടുകളും അതാണ്. കേൾക്കാൻ വളരെ സുഖമാണ്, പക്ഷെ പാടി നോക്കുമ്പം അതിൻ്റെ അകത്തൊളിച്ചിരിക്കുന്ന സംഭവങ്ങൾ അറിയും. അപ്പോൾ മോളിപ്പോൾ ഈ പാടിയപ്പം നമുക്ക് ഇപ്പം ജഡ്ജിങ് പോയിന്റിൽ ശ്രദ്ധിക്കുമ്പോഴാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് സംഗതികളെ മോള് നന്നായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും മോളുടെ അടുത്ത് നിന്ന് സാധാരണ കേൾക്കാത്ത രീതിയിലുള്ള സ്ലിപ്സ് വന്നിട്ടുണ്ട്. അതായത് പിച്ച് ഒരിക്കലും മോളുടെ അടുത്ത് നിന്ന് അങ്ങനെ കാര്യമായിട്ട് ശ്രുതി പോകാറില്ല. പക്ഷെ ഒരേ സംഭവം രണ്ട് സ്റ്റാൻസയിലും വന്നപ്പം ഒരേ സ്ഥാനത്താണ് ആ സ്ലിപ്പ് വന്നത്. അതുകൊണ്ട് മോൾ അതൊന്നും ശ്രദ്ധിക്കുക. അതായത് കുറച്ചൊരു സംഗതികളൊക്കെ പാടി കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റിൽ ഡൗൺ ഒരു നോട്ടിൽ ചെയ്യുമ്പം അതിൻ്റെ മുകളിൽ മോളുടെ ഫോക്കസ് പോകുന്നുണ്ട്. അപ്പം മോൾ അതൊന്ന് കോൺസെൻട്രേഷൻ കുറച്ചും കൂടുതൽ വേണം. പിന്നെ എനിക്ക് തോന്നിയത് ഗമകം പാടുന്ന സമയത്ത് ഒരു തിരക്കുണ്ട്. അതായത് സംഗതികൾ പാടുമ്പം കുറച്ച് സ്പീഡ് കൂടി പോകുന്നുണ്ട്. കുറച്ചും കൂടി റിലാക്സ്ഡ് ആവാം. സംഗതികളെ ഒരു ടെക്നിക്കലായിട്ട് അല്ലാതെ കുറച്ചും കൂടി ഫ്രം ദ ഹാർട്ട് അതിനൊന്ന് സമീപിച്ച് നോക്കും. അതായത് ഈ നോട്ട്സ് പഠിച്ച് നോട്ടിൻ്റെ സ്പീഡൊക്കെ നോക്കുമ്പോഴാണ് ഈ ടെക്നിക്കലായി പോകുന്നത്. കുറച്ചും കൂടി ഫ്ലോ വരുത്താം സംഗതികളിൽ. ഫ്ലോ ഇപ്പം ഉണ്ട്, വേറെ ഫ്ലോ ആ വരുന്നത്. അതെ, വേറൊരു ടൈപ്പ് ഓഫ് സംഗതികളാണ് വരുന്നത്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ നോട്ട്സ് എല്ലാം കറക്റ്റാണ്. അപ്പോൾ അതിൻ്റെ തന്നെ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള സംഗതി വരുമ്പം നമുക്ക് അത് മോൾക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആകുമ്പോൾ കിട്ടും. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും ഇത് ഒരിക്കലും ഒരു ആവറേജോ അബോവ് ആവറേജിലോ ഒന്നും ഒതുക്കാൻ പറ്റുന്നൊരു പെർഫോമൻസ് അല്ല. വെരി മച്ച് അബോവ് ആവറേജിനേക്കാളും വളരെ കൂടുതൽ. കേട്ടോ, ഗുഡ്. താങ്ക് യു. എന്തോ ആൻകുട്ടി എന്തോ നന്നായിരുന്നു, വളരെ നല്ല സെലക്ഷൻ. താങ്ക് യു. എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. ജാനകിയമ്മ പാടിയ പോലെ തന്നെ ഏകദേശം മോളത് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ പാട്ടിൽ. താങ്ക് യു. അധരം നീട്ടാൻ ആ ഭാഗം ഒന്ന് പാടാമോ അനുപല്ലവിയുടെ? അധരം നീട്ടാൻ അവനില്ലെങ്കിൽ അധരം നീട്ടാൻ. അത് രണ്ടാമത്തെ, അത് ടേക്കിൻ്റെ സമയത്ത് കുറച്ചൊന്നും ചേർന്നിട്ടില്ലായിരുന്നു കേട്ടോ. ബാക്കി എല്ലാം വളരെ നന്നായി. ഈ പറഞ്ഞ പോലെ എനിക്കും തോന്നി ആ സംഗതികൾ പാടുമ്പോൾ കുറച്ചും കൂടി ഒന്ന് റിലാക്സ്ഡ് ആവണം, നല്ലൊരു ഫ്ലോയിൽ വരണം. ദീപു പറഞ്ഞത് വളരെ കറക്റ്റാണ്, എനിക്കും തോന്നാറുണ്ട്. ഇത് രാഗം ഏതാണെന്ന് അറിയാമോ? അതൊരു ട്യൂണിലാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. ഇതിൽ രവീന്ദ്രൻ മാഷ് ഒരു നല്ല പാട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി മോഹങ്ങൾ കതിരിട്ട പുത്തരി ചമ്പാവ് പാടത്ത്, എൻ്റെ പുത്തരി ചമ്പാവ് പാടത്ത്, വണ്ണാത്തിപ്പുള്ളിൻ്റെ വായ്ത്താരി കേട്ടു ഞാൻ, വണ്ണാത്തിപ്പുള്ളിൻ്റെ വായ്ത്താരി കേട്ടു ഞാൻ, പൊന്നിൻ കീനാവുകൾ കൊയ്യാൻ പോയി, എൻ്റെ പൊന്നിൻ കീനാവുകൾ കൊയ്യാൻ പോയി. വെങ്കലം എന്ന സിനിമയിലെ പാട്ടാണ്. മോളിപ്പോൾ പാടിയത് വളരെ നന്നായി. ആ വിബ്രാറ്റോ നേരത്തെ വരാറുള്ളത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. മോള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സംഗതികളുടെ കാര്യം മാത്രമാണ്. കുറച്ചൊന്ന് ഒരു ഫ്ലോയിൽ പെർഫെക്റ്റ് ആക്കി വരണമെന്ന് മാത്രം.
ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട് പാടുന്നതിൽ. ദാസേട്ടൻ്റെ സ്റ്റൈലുള്ള സംഗതി പാടുന്ന പോലെ ആയിരിക്കില്ല SPB സാറ് പാടുന്നത്, ജയേട്ടൻ പാടുന്ന സംഗതികൾ എല്ലാം വ്യത്യാസമായിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. അപ്പോൾ മോള് ഇങ്ങനെയുള്ള പാട്ടുകൾ ഇപ്പോൾ ഒരു മത്സരവേദിയാണ്. അപ്പോൾ ഒറിജിനൽ പോലെ തന്നെ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ അങ്കിൾ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അങ്കിൾ. എന്തോ സാർ? മോളെ നന്നായിരുന്നു, നല്ല ഫീലായിരുന്നു. താങ്ക് യു സാർ. അത് നമ്മുടെ ആ കാലഘട്ടത്തിലുള്ള എല്ലാ പാട്ടുകളും, മിക്കവാറും സിനിമകളിലെ പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ ആ കാലങ്ങളിലുള്ള വേറൊരു പ്രത്യേകിച്ച് അന്ന് സിനിമ അറിയപ്പെട്ടിരുന്നത് അധികവും ബാനറുകളുടെ പേരിലാണ്. ഉദാഹരണം, ഈ പാട്ട് ജയമാരുതി പിക്ചേഴ്സാണ് എടുത്തിരിക്കുന്നത്, ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്നുള്ള സിനിമ. അപ്പം ജയമാരുതി പിക്ചേഴ്സ് എന്നുള്ള അതിൻ്റെ പ്രൊഡ്യൂസർ വാസുദേവൻ സാറ് മദ്രാസിൽ താമസിച്ചുകൊണ്ട് 50 മുകളിൽ 60ഓളം മലയാള സിനിമ എടുത്ത വലിയ പ്രൊഡ്യൂസറാണ്, ഇപ്പോഴില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജയമാരുതിയുടെ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിരിക്കും. ഒന്നുകിൽ ശശികുമാർ സാറോ AB രാജ് സാറോ ആയിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്. അവർ രണ്ട്, ഇത് AB രാജ് സാറാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ പടങ്ങളിലെല്ലാം ഈ ഹ്യൂമറുണ്ട്. അപ്പോൾ നമ്മൾ ബാനർ നോക്കുമ്പോൾ ജയമാരുതി, പിന്നെ നോക്കുമ്പോൾ മഞ്ഞിലാസ്, സുപ്രിയ, പിന്നെ KP കൊട്ടാരയുടെ ഗണേഷ് പിക്ചേഴ്സ്. ഈ ബാനർ കാണുമ്പോൾ നമുക്കറിയാം. പോസ്റ്റർ കണ്ടിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യല്ലോ, ഇതിനകത്ത് ഹെലികോപ്റ്റർ, അപ്പോൾ അതിൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്, മോട്ടോർ ബൈക്ക് ചേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നവർ ഈ ബാനറുള്ള പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പൈസ മുതലാവും. പിന്നെ ആ കാലം കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഡയറക്ടേഴ്സിൻ്റെ പേരിൽ സിനിമ ഓടാൻ തുടങ്ങി. IV ശശി, ഭരതൻ, പത്മരാജൻ എന്നാണ്, അങ്ങനെ ഒരു സംഭവം പോയി. ഇപ്പോൾ മലയാള സിനിമ നിൽക്കുന്നത് ആക്ടേഴ്സിൻ്റെ പേരിലാണ്. മോഹൻലാലിൻ്റെ പടം, മമ്മൂട്ടിയുടെ പടം, പൃഥ്വിരാജിൻ്റെ പടം എന്നല്ലേ, അങ്ങനെ കാലം മാറി മാറി വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ആ കാലത്തെ പാട്ടുകളിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണിത്. ശിവകുമാരൻ തമ്പി സാർ എഴുതിയ ഈ പാട്ട്. അത് അത്ര നല്ല, എന്താ പറയുക, നമ്മളിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അതിനകത്തൊരു അർത്ഥമുണ്ട്. നമ്മളിങ്ങനെ കണ്ണടച്ച് സുഖിച്ച് കേട്ടുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ റേഡിയോയിൽ കേട്ട് അങ്ങനെ ഒരുപാട് പ്രാവശ്യം കേട്ട ഫീലിംഗ് ഇപ്പോൾ ഇവിടെ കേട്ടപ്പോഴും നല്ല സുഖമായിരുന്നു പാട്ട്. നമ്മൾ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. പിന്നെ രാജുവേട്ടൻ, വേറൊരു കാര്യം എനിക്ക് ചോദിക്കുന്നത്, രാജുവേട്ടൻ പ്രൊഡ്യൂസറായിട്ടിരിക്കുന്ന എല്ലാ പടത്തിൻ്റെയും മ്യൂസിക് കമ്പോസിങ് സെഷനിൽ ഇരുന്നിട്ടുണ്ടോ? ഞാൻ എല്ലാ കാര്യത്തിലും ഇരിക്കും. റെക്കോർഡിങ്, ഡബ്ബിങ് മുഴുവൻ അറ്റൻഡ് ചെയ്യും, റെക്കോർഡിങ്, മിക്സിങ് എല്ലാത്തിനും കൂടെ ഇരിക്കും സംഭവം. എന്തോ? ഇന്ന് എൻ്റെ മാർക്ക് 8.75 out of 10. താങ്ക് യു അങ്കിൾ. 8.75 again. താങ്ക് യു അങ്കിൾ. 8.75 again. താങ്ക് യു അങ്കിൾ. Total. 25.35. 26.25. So 26.25 out of 30. താങ്ക് യു അങ്കിൾ. And the grade is A Extreme. താങ്ക് യു. എന്ത് പൂക്കുറ്റി വേണം ഇനി? ഒരു പുതിയ പൂക്കുറ്റി വേണമല്ലോ. മീനുട്ടി പറയും, ഒരു പുതിയ പൂക്കുറ്റി. പുതിയ പോകത്തി. പൃഥ്വി പൂക്കുറ്റി അടിക്കട്ടെ. അടിക്കാം. അടി ഒരു പൃഥ്വി മീനാക്ഷി പൂക്കുറ്റി. Congratulations, you are awarded A Extreme. താങ്ക് യു. ആൻ ബെൻസന്റെ പാട്ടൊക്കെ എല്ലാവരും കേട്ടു. അപ്പോൾ ആൻകുട്ടിയുടെ പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പോൾ ആൻകുട്ടി ടാറ്റാ. അങ്ങനെ നമ്മുടെ 10th-ലും 12th-ലും ഒക്കെ പഠിക്കുന്ന കൂട്ടുകാർ ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇനി അധികം സമയമൊന്നുമില്ല എക്സാമിങ് അടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഉണ്ട്. 90+ മൈ ട്യൂഷൻ ആപ്പ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നോ, നമ്മുടെ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായി ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എക്സാമിനോടനുബന്ധിച്ച് 50% ഡിസ്കൗണ്ടിൽ കൂട്ടുകാർക്ക് 90+ ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പൊ തന്നെ 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോർഡ് എക്സാമിന് സ്വന്തമാക്കൂ 90+ മാർക്സ്. പാട്ട് കുടുംബത്തിലെ കുഞ്ഞിക്കൊഞ്ചൽ നമ്മുടെ ദേവനക്കുട്ടി. വെൽക്കം ദേവനക്കുട്ടി ഓൺ സ്റ്റേജ്. ചക്രവർത്തിനി നിനക്കു ഞാനിൻ്റെ. ഈ പാട്ടാണ് ഞാൻ ഇന്ന് വയലാർ സാർ റൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട്. ഈ പാട്ടിൻ്റെ വരികളിൽ നല്ല സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞിട്ടുണ്ട്. എനിക്കും കുറച്ചൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് പാടിയിട്ട് വരാം. ടാറ്റാ. ഓടി വരുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി ഒരു മുയലൊക്കെ വരത്തില്ല. കുഞ്ഞത് ഒരു കുഞ്ഞു മുയൽ ഞാൻ ഓടി വന്നിട്ട് ഞാൻ നിൽക്കുക. ക്യാരറ്റ് വേണോ? ക്യാരറ്റ് എനിക്ക് വേണ്ട. അയ്യോ, മുയലിന് ക്യാരറ്റ് തിന്നും. ഞാൻ മുയലില്ലല്ലോ. ആണല്ലോ, പക്ഷെ അതേപോലെ ഉണ്ട്. കണ്ണാടി ഒന്ന് നോക്കിയേ, ഒരു മുയൽ കുഞ്ഞിനെ പോലെ ഇരിക്കുന്നു. അപ്പൊ മീനുട്ടി ചേച്ചിയാ? അത് ഇവളെപ്പോ ഞാൻ പറയുന്നില്ല. എന്റെ മണ്ടയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു?
മോക്ക് എന്ത് തോന്നുന്നു കണ്ടിട്ട്? ആ മുഖം കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്കൊരു വെള്ളപ്പാറ്റെ പോലെ തോന്നുന്നു. എന്തൊരു സന്തോഷം. അയ്യ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ കാണാൻ. താങ്ക് യു. ഓക്കെ, ഏത് പാട്ടാ പാടുന്നേ? ചക്രവർത്തിനി. വളരെ ഈസി ആയിട്ടുള്ള പാട്ടാണല്ലോ. വളരെ ഈസി ആയിട്ടുള്ള പാട്ടാണല്ലോ. ആണ്. ഇതാരാ സെലക്ട് ചെയ്തേ? ഇതമ്മ. ആരാ എഴുതിയത്? ജി ദേവരാജൻ മാസ്റ്റർ. എഴുതിയതാ. വയലർ സർ. മ്യൂസിക് അപ്പോ ജി ദേവരാജൻ മാസ്റ്റർ. ഏതാ സിനിമ? ചെമ്പരത്തി. ഓ, എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അല്ല, ഇതുപോലെ തന്നെ പാട്ടും പഠിച്ചു വെച്ചിട്ടുണ്ടോ? കറക്റ്റ് ആയിട്ട് ഒരുപാട് സംഗതിയൊക്കെ ഉണ്ട്. ഹൈ പിച്ച് ആണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചക്രവർത്തിനി നിനക്കു ഞാനിൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാനിൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി. സാലഭഞ്ജികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും. പഞ്ചലോഹമണി മന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും. ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ നടമാടും. ചൈത്രപാത്മദളമണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും. താനേ പാടും. ചക്രവർത്തിനി നിനക്കു ഞാനിൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി. ശാരദേന്ദുകല ചുറ്റിലും കനകപാരിജാത മലത്തൂകും. ശില്പകന്യകകൾ നിന്റെ വീഥികളിൽ രത്നകമ്പളം നീർത്തും. കാമമോഹിനികൾ നിന്നെയും ഹൃദയകാവ്യലോക സഖിയാക്കും. മച്ചകങ്ങളിലെ മഞ്ജുഷ ലജ്ജ കൊണ്ടു ഞാൻ
ഈ മുയൽക്കുട്ടി ഇങ്ങനെ ഇരുന്ന് ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. താങ്ക് കാരണം യു സർ. പാടാൻ നേരത്ത് നമ്മൾ ചോദിച്ചതുപോലെ മോക്ക് താങ്ങോ ഇത്? കാരണം പലരും മൂക്കിട്ട് ഷ ഇന്ന എന്ന് വരച്ച ഒരു പാട്ടാണ് പാടുമ്പോൾ. വളരെ പ്രയാസമുള്ളൊരു പാട്ടാണ്. വൺ ഓഫ് ദ ക്ലാസിക് സോങ്സ് ആണ് ദേവരാജ് മാഷും വയലാർ സാറിൻ്റെ. അത് നിഷ്പ്രയാസം ഞങ്ങൾ വിചാരിച്ചു പുല്ല് പോലെ. ഇപ്പൊ പോവും എന്ന് വിചാരിക്കുന്നിടത്തൊക്കെ അവിടൊക്കെ ഇതെങ്ങനെ ഇത്? എത്ര നാൾ എടുത്തത് പഠിക്കാൻ? ഇത് എനിക്ക് 2 ഗ്രൂമിങ് കിട്ടി. അപ്പൊ കൊറേ കേട്ടപ്പോ മനസ്സിലായി. എന്നാലും എത്ര നാൾ പാടിയത്? ഇതൊരു 5 ദിവസം. അല്ല 5 ദിവസത്തിലൊക്കെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര വയസ്സുണ്ട് മോക്ക്? എനിക്ക് 10. ഈ 10 വയസ്സിൽ 5 ദിവസം കൊണ്ട് ചക്രവർത്തിനി ഇന്നാ കൊണ്ടുപോകുന്നു. എന്താ പറയുക അല്ലേ? ഇപ്പോഴത്തെ കുട്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിശയങ്ങളാണ്. വളരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ പ്രായത്തിലൊക്കെ ഈ പാട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുകയാണ് ഈ കുട്ടികൾ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഗംഭീരമായി മോളെ. കാരണം താങ്ക് യു സർ. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല മോൾ ഇതുപോലെ പാടുന്നു. അതൊക്കെ എങ്ങനെ എനിക്കറിഞ്ഞൂടാ. അനുപല്ലവിയുടെ ഇടയിൽ പെട്ടെന്നൊരു സോഫ്റ്റ് ആയിട്ടൊരു സംഭവം പറയാം. പ്രണയം എന്നുള്ളൊരു വാക്ക് വരുന്നിടത്ത് കൊടുത്ത എക്സ്പ്രഷൻ അതെന്തായിരുന്നു പാടി? സാലഭഞ്ജികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും പഞ്ചലോഹമണി മന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ നടമാടും ചൈത്രപാത്മദള മണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും താനേ പാടും ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ നടമാടും ചൈത്രപാത്മദള മണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും താനേ പാടും. ഈ പ്രായത്തിൽ ഈ പ്രണയ എന്നൊക്കെ പറയുന്നതും ആ ഒരു അതിൻ്റെയൊക്കെ ഒരു ഫീല് എന്ന് പറയുന്ന വളരെ നമുക്ക് ആ റെക്കോർഡിൽ പോലും ഇല്ല ഇത്രയും പ്രണയം. മോടെ സ്വന്തം ഐഡന്റിറ്റിയാണ് ഇവിടെ കാണിച്ചത്. അല്ലാതെ വേറൊരാൾ പാടിയത് അനുകരിച്ചല്ല, സ്വന്തം ഐഡന്റിറ്റി. അതായത് ഞാൻ ഇങ്ങനെയാണ് പാടുന്നത് കാണിച്ചു. ബാക്കി നമ്മൾ അവിടെ പോയിരുന്നിട്ട് പറയാം. അതെ, ഓക്കെ, ഓക്കേ. സൂപ്പർ. സൂപ്പർ. മോളെ ദേവന, ഓ ഇത്രയും അതിഗംഭീരമായിട്ട് ഈ പാട്ട് വേറെ ആരും പാടി കേട്ടിട്ടില്ല ഞാൻ ഇതുവരെ. അതിഗംഭീരമായിരുന്നു. അത് ഈ കുഞ്ഞുപ്രായത്തിൽ നിന്നല്ല, വേറെ പലരും. കാര്യം ഞാൻ ആ കാലത്തെ നല്ല എക്കാലത്തെ മലയാളത്തിലൊരു ഭയങ്കര ഹിറ്റ് പാട്ടാണിത്. ഈ പാട്ട് പാടാത്തതായിട്ടുള്ളൊരു ഗായികയോ ഗായകനോ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു. കാര്യം അത്രയ്ക്ക് ഗംഭീര സോങ്ങാണ്, പാടാൻ ബുദ്ധിമുട്ടുമാണ്. പിന്നെ ആ സിനിമയെക്കുറിച്ചും ഒന്നും പറയാതിരിക്കാൻ വയ്യ. കാര്യം 1972 PN മേനോൻ സാറ് ഡയറക്റ്റ് ചെയ്ത ചെമ്പരത്തി എന്നുള്ള സിനിമയാണ്. സിനിമയെ ഫ്ലോറിൽ നിന്നും റിയൽ ഔട്ട്ഡോറിൽ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്ത സംവിധായകനാണ് PN മേനോൻ സാറ്. പിന്നെ അതിലൊക്കെ ഉപരി ഈ പടത്തിൽ കൂടെയാണ് നമ്മൾ ഗംഭീരമായിട്ട് സുധീർ എന്നുള്ള നടനെയും രാഘവൻ എന്നുള്ള നടനെയും കാണുന്നത്. പിന്നെ ശോഭന, ബേബി ശോഭനയാണെന്ന് അതിനകത്ത് കൊച്ചുകുട്ടിയാണ്. അതിനെയാണ് എന്താ പറയുക, ഒരു പാവാടയല്ല, മുണ്ടും എടുത്ത് ബ്ലൗസ് ഇട്ട് ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. നല്ലൊരു ലവ് സ്റ്റോറിയായിരുന്നു. ഇതിൻ്റെ ആഘോഷം 100-ാം ദിവസം നടക്കുമ്പോൾ തിരുവനന്തപുരം ന്യൂസ് തിയേറ്ററിൽ ഞാൻ ഒരു നോക്ക് കാണാൻ പോയി, സുധീറിനെയും രാഘവനെയും ഇതിനെയൊക്കെ. അപ്പോഴും ഒക്കെ ഈ പാട്ട് അവിടെ അടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും ഈ 3 ജഡ്ജസ്, ഈ ഗുരുക്കന്മാർ അവിടെ വന്ന് ഇത്രയും മോളെ അനുമോദിക്കണമെങ്കിൽ മോള് എന്ത് ലെവലിൽ അത് പാടിയിരിക്കണമെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതിഗംഭീരം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ഇനി ഒന്നും പറയാനില്ല. സൂപ്പർ 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 ഡൂപ്പർ സോങ്. നന്നായിട്ട് പാടി മോളെ. എനിക്ക് ഒന്നും പറയാനില്ല, കാരണം പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു.
വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്. മോൾ ഇങ്ങനെ പാടിയോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിങ്ങനെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, റെക്കോർഡ് ഇട്ട പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. കാരണം ഐ ലവ് യു. ദേവനശ്രീയ എന്നുള്ള മോള് ഇവിടെ വന്നപ്പം ആദ്യം പാടിയപ്പം അങ്കിൾ ഇങ്ങനെ സ്റ്റേജിൽ വന്നിരുന്നു അല്ലേ? അതിനുശേഷം പിന്നെ മോള് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പോയി. ഇടയ്ക്ക് ഒരു ഡ്രോപ്പ് വന്നു, പിന്നെ ആ ഡ്രോപ്പിൽ നിന്നും പിടിച്ച് കയറി വന്ന് ഓൾമോസ്റ്റ് ആദ്യത്തെ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദേവനശ്രീയ ഇന്ന് മോൾ ആദ്യം പാടിയതിനേക്കാളും വേറെ വലിയൊരു ലെവലിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിന് വലിയ ആദ്യത്തെ പാട്ട് ദേവരാഗത്തിലെ പാട്ടല്ലേ? ശശികല ചാർത്തിയ. അന്ന് ഇഷ്ടപ്പെട്ടതിനേക്കാളും ഒരു പൊടിക്ക് കൂടുതലാണ് ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് തന്നെയാണ് എല്ലാവർക്കും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമുക്ക് മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന ദേവനശ്രീയ ഫാൻസിന് പോലും ഈ പാട്ടാണ് ഏറ്റവും വലിയ പാട്ട് ദേവനശ്രീ ഇതുവരെ തന്നിരിക്കുന്നത്. അപ്പൊ ഇനിയും മോളുടെ അടുത്ത് ഞങ്ങൾ ജഡ്ജസ് പറയുന്നത് ഇത് തന്നെ, ഇതുപോലത്തെ മ്യൂസിക്കലി മോൾക്ക് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകൾ, ഓവർ കോംപ്ലിക്കേറ്റഡ് വേണ്ട. ഓക്കെ, ഇതിലിപ്പോ ഉള്ള കോംപ്ലിക്കേഷൻ ഇല്ല, അത്യാവശ്യം നല്ല കോംപ്ലിക്കേഷനാ. ഇതെടുത്ത് മോൾ ഇങ്ങനെ പാടിയില്ലേ, അതുപോലത്തെ പാട്ടുകൾ. ഇതിനേക്കാളും ഇനി പോകണ്ട കുറച്ച് നാളത്തേക്ക് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. നമുക്ക് നമ്മുടെ ദേവനക്കുട്ടിയെ തിരിച്ചു കിട്ടി. എവിടെ പോയിരുന്നപ്പോ? കുറച്ചൊരു ഇടയ്ക്ക് ചെറിയ കുറച്ചൊരു ഒരു ഇടയ്ക്ക് ബാംഗ്ലൂരിൽ പോയി വന്നതാ. പഴയതിനേക്കാളും ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവാണ് കേട്ടോ. വളരെ നന്നായി. ആകെ ഫസ്റ്റ് പല്ലവിയിൽ നഗ്നപാതയായി അകത്തു വരൂ, അത് മാത്രം ശ്രുതി ചേരാതെ പോയുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ട് സൂപ്പർ ചാർജിലാണ് നിർത്തിയത്. പാട്ട് ഉഗ്രനായിരുന്നു, സൂപ്പറായിരുന്നു. ഇത്രയും കുഞ്ഞു വാവയ്ക്ക് ഇത്രയും നന്നായിട്ട് ഈ പാട്ട് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ 10 വയസ്സ്. അതെ, അപ്പോൾ ഭാവിയിൽ എന്തായിരിക്കും? ഓൾ ദ ബെസ്റ്റ്. മണിയണ്ണ, ഈ മണിയണ്ണൻ എങ്ങാണ്ട് ഉദ്ഘാടനത്തിൽ പോയി മുണ്ട് വരച്ചോണ്ട് വന്ന കേട്ടല്ലോ, അണ്ണന്റെ മുണ്ട്. എന്റെ മുണ്ടെന്നും പറഞ്ഞോണ്ടല്ല. അല്ല, പോയി ഞാൻ അറിഞ്ഞു. ഞാനല്ല, അത് നിങ്ങൾക്ക് തെറ്റി. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ജയറാം ഒരു കട ഉദ്ഘാടനത്തിൽ പോയി. അപ്പം ജയറാം നല്ല സുന്ദരനും സുമുഖ, അന്നും ഇന്നും അങ്ങനെയാണല്ലോ, നല്ല സിൽക്ക് ജുബയും സിൽക്ക് മുണ്ടും ഒക്കെ കൊടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ജനക്കൂട്ടം. അപ്പോൾ അങ്ങനെ അവർ പോലീസിനെ ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ഈ ആൾക്കൂട്ടത്തിൽ ജനം അങ്ങോട്ട് പോയി. ഇതിൻ്റെ ഇടയിൽ ജയറാം പെട്ടു. ബാക്കിൽ നിന്ന് ആരോ ചവിട്ടി. ജയറാം മുമ്പോട്ട് നടന്നുപോയി, ഉണ്ടങ്ങ് പോയി. പക്ഷേ ഭാഗ്യത്തിന് ജുബയ്ക്കൊക്കെ ഇറക്കം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അപ്പം അടുത്ത് വന്ന ഒരാളുടെ ന്യൂസ് പേപ്പർ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ജയറാം അങ്ങനെ കൊടുത്തു. ആ കടയിൽ റിബൺ കെട്ടാനായിട്ട് കുനിഞ്ഞപ്പോൾ ന്യൂസ് പേപ്പർ 2 കയറി 2 സൈഡിൽ പോയി. പിന്നെ ആ ഉദ്ഘാടനം ചെയ്ത കടയിൽ നിന്ന് ഒരു മുണ്ട് കൊണ്ട് കൊടുത്തിട്ടൊക്കെയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതെല്ലാവർക്കും അറിയാം. അത് എൻ്റെ പേരിലാക്കി ഞങ്ങൾ. അപ്പം മോളെ മാർക്ക് വേണ്ടേ? അപ്പം മോക്ക് അങ്കിള് എൻ്റെ മനസ്സ് നിറഞ്ഞ് കവിഞ്ഞ് തരുന്ന മാർക്ക് 10 out of 10. മോൾക്ക് 10-ൽ കുറവൊന്നും തന്നെ എനിക്ക് കാണുന്നില്ല. 10 out of 10. പക്ഷേ മധുവങ്കള് കുറച്ചു. കുഴപ്പമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. മധുവങ്കളോട് ദേഷ്യം ഉണ്ടാവോ? അല്ല, ഈ കുറച്ചു എന്ന് പറഞ്ഞാൽ എത്ര കൊടുക്കണം എന്നായിരുന്നു ആഗ്രഹം? എനിക്ക് 11 കൊടുക്കണം എന്നായിരുന്നു ആഗ്രഹം. ഒരു മാർക്ക് കുറച്ചാ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. കൊടുത്തേക്കട്ടെ. അല്ല, ഇത് രണ്ടുപേരുടെയും കൂടെ ചേർന്നുള്ള കോമഡിയാണ്. നമ്മളാരെ ഞാൻ സൈഡ് മാറി, ഞാൻ കുറച്ച് ഇങ്ങോട്ടായിരുന്നു. പ്രതീക്ഷിച്ചില്ല എന്റെ കൂടെ നിൽക്കുന്ന ആളിങ്ങനെ. അപ്പൊ ദേവനക്കുട്ടി, അങ്കിളും തരുന്നു ഒരു 10. So you got 30 out of 30. And you've got the biggest golden crown. അടി ഒരു ചക്രവർത്തിനി പൂക്കുറ്റി. Congratulations, you are awarded a golden crown. ദേവനക്കുട്ടിയുടെ പാട്ട് കേട്ടു. അപ്പം ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഇനി പ്രേക്ഷകർക്ക് വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ടോപ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ദേവനക്കുട്ടിയുടെ QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ക്രീഡും നൽകുക. ദേവനക്കുട്ടി, പോകാൻ വരട്ടെ, ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. ഓക്കെ, ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ പെർഫോമർ ഓഫ് ദ വീക്ക് ഗോസ് ടു ദേവനശ്രീയ. വെൽക്കം ജഡ്ജസ് ഓൺ സ്റ്റേജ്.
അനുപമ സൗന്ദര്യം പകർന്ന പ്രിയപ്പെട്ട പാട്ടുകാരൻ കാസർഗോഡ് നിന്നും കൃഷ്ണജിത്ത്. വെൽക്കം കൃഷ്ണജിത്ത് ഓൺ സ്റ്റേജ്. പഴയ പാത്രം ചെമ്പ് പിത്തലേ പഴയ പാത്രം ചെമ്പ് പിത്തലേ പഴയ പാത്രം ചെമ്പ് പിത്തലേ ചേട്ടാ ചേച്ചി ആരുമില്ലേ ഇവിടെ? രാവിലെ തൊട്ട് ഇറങ്ങിയതാ, ഇതുവരെ ഒരു സാധനം കിട്ടിയില്ല. ആർക്ക് വേണം കുടം? ചേട്ടാ ചേച്ചി ആരും കൈകൊണ്ട് വേണ്ട. അയ്യോ അയ്യോ ആരെങ്കിലും ഊരിത്തരണേ. അയ്യോ ഇതെന്താ അത്? അമ്മ വില വീട്ടിലും കക്കാൻ പോയതായിരിക്കും. സാർമാരെ ഒന്ന് ഊരിത്തരണേ. ഒന്ന് ഊരിത്താ സാറേ. ആ മീനുട്ടി ഊരി കൊടു. ആക്രി പറക്കാൻ പോയതാ, ഇപ്പൊ ഗതി ഇതായി. ഇതിനെ അതിനകത്തോണ്ടിട്ടെ. അല്ല ശരിക്കും ഇനി ആക്രി പറക്കാൻ പോയ സാറേ ഒന്ന് ഊരിത്താ സാറേ. ഞാൻ ഊരിക്കൊണ്ട് പോകാറുണ്ട്, പക്ഷെ ഊരി കൊടുക്കാറില്ല. സാറേ ഒന്ന് ഊരിത്താ സാറേ. അയ്യോ MG ഒന്ന് ഊരി കൊടുക്ക്. സിനിമയുടെ സാറേ എന്നാ ഒന്ന് ഊരിത്താ സാറേ. ഊരി കൊടുക്ക്. വേം വാ സാറേ. അയ്യോ 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 കൊട എടുക്കാനാ പറഞ്ഞ, എന്റെ കാല് പൊരിച്ചെടുക്കാനല്ല. അയ്യോ അയ്യോ ഇപ്പഴാ ഒരു സമാധാനായത്. ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഹലോ ഒരു മിനിറ്റ് എന്റെ വീടിന്റെ അവിടെ ഇരുന്ന കുടവും മൂട്ടിച്ചോണ്ട് ഓടിയാരാ? ദേ ഈ സാറ്. ദാ, അയ്യോ നീ കൊടം. കഷ്ടമുണ്ട് സാറേ, കഷ്ടമുണ്ട്. ഇവന്റെ കാല അതിനകത്ത് പെട്ടത്, അത് ഞാൻ ഊരി എടുത്താണ് സാർ. സാറ് ഒരു സിനിമാടനല്ലേ സാറേ? അതെ. നല്ല കണ്ണാടിയുണ്ട്, വാച്ച് നല്ല, ഷർട്ട് പാന്റ്. ഞാൻ പലിശക്ക് പൈസ മേടിച്ച് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്ന കുടവാ. ഇനിയിപ്പോ ഞാൻ ഇത് വാങ്ങിക്കണോ? എന്ത് ചെയ്യണം? ഇപ്പൊ ഇൻസ്റ്റാൾമെന്റ് ഫുൾ പൈസ ഒന്ന് വാങ്ങിക്കണോ? അത് ഞാൻ സാറ് സിനിമ അഭിനയിച്ചങ്ങ് ജീവിച്ചാ പോരെ? ഞാൻ ഇതും കൊണ്ട് ജീവിച്ചു. പിള്ളേരെ വിട്ട് കുടമൊക്കെ മോട്ടിച്ച് ജീവിക്കാൻ മാത്രം ആയോ സാറിന്? നീ ചതി ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ലല്ലോ. ഇന്ന് സാറേ കഷ്ടമാ കേട്ടോ. മനുഷ്യനെ കേട്ടാ സമ്മതിച്ചിരിക്കും. നിങ്ങളെ അല്ല, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കണ്ട. നീ ഈ പ്രായത്തില് എന്നെ കുടത്തിനകത്ത് ഇറങ്ങുമെങ്കിൽ നീ സാധാരണ ഭൂതമല്ല കേട്ടാ. എന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. ഇത് ഊരി പെട്ടു ഇപ്പോഴാണ്. ഇനി എന്താണ്? പാട്ടുപാടാൻ പോവാ. ഓ അതുകൊണ്ടോ? ഏത് പാട്ടാണ്? പാൽനിലാവിനും ഒരു നൊമ്പരം. ഓ കന്നാസും കടലാസും. അത് പറ, അതാണ് ഈ ഒരു ഐറ്റം കൊണ്ട് ഇറക്കിയത്. ഈ കന്നാസും കടലാസിലും മോൻ ഇന്ന് ആരാണ് ഇവിടെ? കന്നാസ്. കന്നാസ്. ശരി, ഈ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാ? SP വെങ്കടേഷ് സാർ. ആരാണ് ഇത് പാടിയത്? യേശുദാസ് സാർ. എഴുതിയത്? വിച്ചു തിരുമല സാർ. ആരാ ഇതിന്റെ ഡയറക്ടേഴ്സ്? ഡയറക്ടേഴ്സ് അതറിയില്ല സാർ. അത് ചോദിക്കുന്നു പ്രതീക്ഷിച്ചില്ല. സിദ്ദിഖ് ലാൽ. പടം കാബൂളിവാല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.
ശാബാഷ്. വെരി നൈസ്, വെരി നൈസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കൃഷ്ണു സാർ തകർത്തു മോനെ, തകർത്തു. താങ്ക് യു സാർ. വളരെ റിലാക്സ്ഡ് ആയിട്ട് വിത്ത് ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് മനോഹരമായിട്ട് നീ എക്സിക്യൂട്ട് ചെയ്തു. അതിനാണ് ഒരു വലിയ കൈ. കാരണം വേറൊന്നുമല്ല, താങ്ക് യു. ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് പാടുമ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. ആ പാട്ടിന് ഒന്നുമില്ലാതെ ഈ കോവിഡ് സമയത്ത് അലയുന്ന ഒത്തിരി പേരെ ഞാൻ കാണാറുണ്ട്. പാസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നും. ഈ എന്തിന് ദൈവം ഇങ്ങനൊരു ജന്മം ഇവർക്ക് കൊടുത്തു എന്നും അറിയാതെ തോന്നിപ്പോവും. ഒരുപക്ഷെ നമ്മൾ സിഗ്നലിലോ വണ്ടി നിർത്തുന്നിടത്താണ് അവർ നിൽക്കുന്നെങ്കിൽ എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും എടുത്ത് ഞാൻ പോകും. അവർക്ക് അപ്പോൾ ഉണ്ടാകുന്നൊരു എക്സൈറ്റ്മെൻറ്റ്. കാരണം പെട്ടെന്നൊരു 100 രൂപ കൈ കിട്ടുമ്പോണ്ടല്ലോ അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണണം. അങ്ങനെയുള്ള ജന്മങ്ങൾ ഇനി ഉണ്ടാവരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മാറണം. ഇനി വരുന്ന കേരളം നമുക്കെന്താണ്, പട്ടിണി രഹിതമാകണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും മോൻ്റെ പാട്ട് വളരെ നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പാടിക്കൊണ്ടിരുന്ന എന്തുകൊണ്ടാണ് അങ്കിളിന് ഇത്രയും ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ മോൻ്റെ പാട്ട് പാടിയപ്പോഴാണ് അതിലെ ഫീലാണ് എന്നെക്കൊണ്ട് ഇത് പറയിച്ചത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു. ഉഗ്രനായിട്ട് പാടി കേട്ടോ, വളരെ നന്നായിട്ട് പാടി. എനിക്ക് തോന്നുന്നത് ഇതുവരെ ഇവിടെ വന്ന് പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്ന് പാടിയതാണ്. എനിക്ക് തോന്നുന്നു ഇവർക്കും അങ്ങനെ തന്നെയായിരിക്കും അഭിപ്രായം. പ്രേക്ഷകർക്കും ഒരുപക്ഷെ തോന്നി കാണാം. ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതേ റൂട്ടിൽ കുറേ പാട്ടുകളുണ്ട്. തരളിതരാവിൽ അങ്ങനെ പാട്ടുണ്ട്. പിന്നെ രാജാ സാറ് ചെയ്ത സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാല്യങ്ങൾ കോർക്കുന്ന കാലം പൂക്കാലം പൂജപ്പൂ നീ പൂജിപ്പൂ ഞാൻ പനിനീരും തേനും കണ്ണീരായി താനേ. ഇങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ മോൻ? കേട്ടിട്ടുണ്ട്. നല്ല സ്റ്റഫുള്ള ഒരു ഗായകനാണെന്ന് ഇന്നത്തെ പെർഫോമൻസിൽ മനസ്സിലായി കേട്ടോ. ഒരു നല്ല പുരോഗതി ഉണ്ടാവട്ടെ പാടുന്ന കാര്യത്തിൽ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. കൃഷിജിത്ത് സാർ, നമ്മൾ ഏതൊരു ഫീൽഡ് എടുത്താലും, ഇപ്പം ഫോർ എക്സാമ്പിൾ ആക്ടിംഗ് ആണെങ്കിൽ കുറേ നല്ല ആക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ആക്ടേഴ്സിൽ നിന്നുമെല്ലാം ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാവുന്നത് എപ്പോഴാണെന്നറിയും? ബാക്കിയെല്ലാം നന്നായിട്ട് അഭിനയിക്കുന്ന ആക്ടേഴ്സിൽ നിന്നും ഒരു എക്സ് ഫാക്ടർ ഈ ഒരു സൂപ്പർ സ്റ്റാറിനുണ്ടാവും. ഈ എക്സ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ അത് പറയാൻ അറിയില്ല. അത് നമുക്ക് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അങ്ങനത്തെ ആൾക്കാരാണ് സൂപ്പർ സ്റ്റാർസായി മാറുന്നത്. അവർ സൂപ്പർ സ്റ്റാർസ് ആയതുകൊണ്ട് മറ്റ് ആക്ടേഴ്സ് മോശമാണ് എന്നല്ല. എല്ലാവർക്കും ഉള്ളതിൽ നിന്നും ഒരു എക്സ് ഫാക്ടർ ഇദ്ദേഹത്തിനുണ്ട് എന്ന് പറയുന്ന പോലെ പാട്ടുകാർക്കും അതുതന്നെയാണ്. ഒരു പാട്ടുകാരൻ വളരെ നല്ല പാട്ടുകാരനായതുകൊണ്ട് മറ്റു പാട്ടുകാർ മോശക്കാരാണെന്നല്ല. ഈ പാട്ടുകാരൻ സ്റ്റേജിൽ വരുമ്പം ഒരു എക്സ് ഫാക്ടർ വരുമ്പോഴാണ് ആ പാട്ടുകാരനെ വേർതിരിച്ച് നിർത്തുന്നത്. മോൻ ഇത്രയും നാൾ ഇവിടെ പാടിയപ്പം ഈ ഒരിക്കലും മോശമായിട്ടുള്ളൊരു പാട്ടുകാരനല്ല, വളരെ നല്ലൊരു പാട്ടുകാരനാണ്. പക്ഷെ ദിസ് എക്സ് ഫാക്ടർ എന്താണെന്ന് എനിക്കങ്ങ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് ആദ്യമായിട്ട് കിട്ടിയത് ഇന്നാണ്. താങ്ക് യു സാർ. അതാണ് ഇവരൊക്കെ പറഞ്ഞത് മോൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഇന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ മോൻ കാര്യമായിട്ട് കടിച്ചാൽ പൊട്ടാത്ത പാട്ടൊന്നുമല്ല എടുത്തത്. പക്ഷേ എടുത്ത പാട്ട് മോൻ പെർഫോം ചെയ്ത രീതി, റൈറ്റ് ഫ്രം ദ ടൈം സ്റ്റേജിൽ കയറിയപ്പോൾ തൊട്ട് യു സ്റ്റാർട്ടഡ് യൂസിങ് ദ സ്റ്റേജ്. അതൊരു ചെറിയൊരു സ്കിറ്റിൻ്റെ മോഡലിൽ വന്നു. ഇവരെല്ലാവരെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. അതിൽ നിന്നും ആ ക്യാരക്ടർ ഇവിടെ രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ആ പടത്തിലെ പാട്ടിലേക്ക് കടന്നു. ആ പടത്തിൻ്റെ ഫീൽ കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് അതിൽ നിന്നും ശ്രീകുട്ടൻ ചേട്ടൻ ഈ ഒരു പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസിലേക്ക് പോയത്. അവിടെ വിജയിച്ചത് എന്താണ്? മോൻ്റെ ഈ എക്സ് ഫാക്ടർ ചേർന്നിട്ടുള്ള ഫുൾ പാക്കേജ്. സൂപ്പർ. താങ്ക് യു സർ. അപ്പം ഇനിയും മോൻ വരുന്ന സമയത്ത് ഇതാണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓസം. താങ്ക് യു സർ. മോനെ കൃഷ്ണജിത്ത് സർ, അതിഗംഭീരമായിരുന്നു.
താങ്ക് യു സാർ. ഒരു ശാസ്ത്രമുണ്ട്, നോൻ കേട്ടിരിക്കും. അതായത് ചോറ് വെന്തോന്ന് അറിയാനായിട്ട് ആ കലത്തിലെ എല്ലാ പറ്റും പിതുക്കി നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരെണ്ണം പിതുക്കി നോക്കുമ്പോൾ അറിയാം വെന്തോന്നറിയാം. മോൻ്റെ ഒരു എൻട്രി ഉണ്ടല്ലോ, അതിനകത്തൊരു ക്യാരക്ടറുണ്ട്. അവിടുന്ന് നമ്മളിലെ പ്രതീക്ഷ കൂടുകയാണ് ഇതെന്താണ് സംഭവിക്കാമെന്ന്. മോൻ്റെ കാലിലെ കുടം കയറിയെന്ന് അത് എന്നൊക്കെ പറയുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാനും അത് വിശ്വസിച്ചു. എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും ഫ്ലോറിൽ കയറുമ്പോൾ, രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞവനും വലിച്ചു ഊരുന്നു. അപ്പോൾ അവിടെ കാണിച്ചത് ഒരു ഇംപ്രൂവൈസേഷൻ ആക്ടിങ് ആണ്. അത് ചിലപ്പോൾ നമുക്ക് കൂടെ ഒന്ന് അഭിനയിക്കുമ്പോൾ അറിയാം അടുത്ത ആളിൻ്റെ ഒരു റേഞ്ച് എത്രയാണെന്ന് മനസ്സിലാവും. മോൻ പുട്ടുപോലെ ചെയ്തു, പുല്ലുപോലെ ചെയ്ത് കളഞ്ഞത്. ഇത് നമ്മളൊരു പ്രീ പ്ലാൻറ്റോ സ്ക്രിപ്റ്റോ ഉള്ള സീനൊന്നുമില്ല, പക്ഷെ മോൻ മനോഹരമായിട്ട് ചെയ്തു. നല്ലൊരു ഇരുത്തം വന്ന ആക്ടർ പെർഫോം ചെയ്യുന്നവർ ചെയ്തു. ആ എക്സ്പ്രഷനൊക്കെ ഒന്നും കറക്റ്റായിരുന്നു. വേറൊരാൾ വരുന്നു, കലം വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ അവിടുന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു ക്യാരക്ടർ പിടികിട്ടി. പിന്നെ ആ പാട്ടിലോട്ട് വരുമ്പോൾ കൂടെ വന്ന കൊറിയോഗ്രാഫേഴ്സിൻ്റെ കോസ്റ്റ്യൂം എല്ലാം വരുമ്പോൾ അതേപോലെ അവരൊക്കെ ഇടുന്ന പോലെ തന്നെ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നപ്പോൾ അതിലൊരാളായി. അത് മനോഹരമായിട്ട് ചെയ്യുകയും ചെയ്തു. പാടുന്നൊരു അഭിനയിക്കുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അണയ്ക്കുമോ ഇനി ഞാൻ എണീക്കുമ്പോഴത്തുള്ള ആ സ്ട്രെയിനിൽ അടുത്ത വരിയെ ബാധിക്കുമോ എന്നൊക്കെ തോന്നുന്നുണ്ട്. അതൊന്നുമില്ലാതെ വളരെ ക്ലീനായിട്ട് അവസാനം വരെ കൊണ്ടുപോയെന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ മോൻ പാടിയപ്പോൾ ഉണ്ടായ സക്സസ്. ഗായകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു ആക്ടർ എന്നുള്ള നിലയിലും ശോഭിച്ചിരിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്, ഗുഡ് ലക്ക്. താങ്ക് യു സാർ. താങ്ക് യു. കൃഷ്ണു, സാർ ഞാൻ എത്ര മാർക്ക് തരണം? പിടിച്ചിരിക്കുക, പറഞ്ഞോ വേഗം. 3 തന്നെ പറയണം. 1 9.5. 9.5. അത് തന്നെയാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. താങ്ക് യു സാർ. ഞാൻ എത്ര തരണം? 9.5. ഡൺ. 9.5. താങ്ക് യു സാർ. അപ്പം ഇനി എൻ്റെ കൂടി പറഞ്ഞോ, ഞാൻ എത്ര തരണം? 9.5. മതിയോ? അത് മതിയോ? ആ പിന്നെ സാറിന് കുറച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്നായിരിക്കട്ടെ 9.75. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 28.75. Total is 28.75 out of 30. താങ്ക് യു സാർ. താങ്ക് യു. So, കൃഷ്ണജിത്ത്, സാർ കൺഗ്രാറ്റുലേഷൻസ്. ആദ്യത്തെ ഗോൾഡൻ ക്രൗൺ ഇതാ. താങ്ക് യു സാർ. ആദ്യൊരു കന്നാസ് പൂക്കുറ്റി. Congratulations, you are awarded a golden crown. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. അപ്പോൾ കൃഷ്ണജിത്തിന്റെ പാട്ടൊക്കെ എല്ലാവരും കേട്ടു. അപ്പോൾ പ്രേക്ഷകർക്ക് വോട്ടിങ്ങിനുള്ള സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് വേഗം ഡൗൺലോഡ് ചെയ്യുക, QR കോഡ് സ്കാൻ ചെയ്യുക. കൃഷ്ണജിത്തിന്റെ പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓടി പോകോ. ടാറ്റ. ഹൃദയ സരസിൽ പാട്ടിന്റെ പൊന്നലയൊരുക്കിയ കൊച്ചു പാട്ടുകാരൻ മഞ്ചേരിയിൽ നിന്നും ശ്രീദേവ് എത്തുന്നു. വെൽക്കം ശ്രീദേവ് ഓൺ സ്റ്റേജ്. ഗുഡ് ബോയ് വന്നല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അതെത്ര സുഖം? അച്ഛൻ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സുഖം. പിന്നെ ആരാ സപ്പോർട്ട് ചെയ്യുന്നേ? അത് അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യും. പാട്ട് പഠിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. വഴക്കുണ്ടാക്കും, എന്തെങ്കിലും അടി ഉണ്ടാകുമ്പോ, എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോ സപ്പോർട്ട് ചെയ്യാൻ ആരാണുള്ളത്? അതും അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യും. കുരുത്തക്കേടിനോ? അയ്യോ, അത് കേട്ടോ, അവന്റെ വീട്ടിൽ കുരുത്തക്കേട് കാണിച്ച അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ കുറെ നേരമായിട്ട് കേൾക്കുക, നിങ്ങളങ്ങ് സംസാരിച്ചോണ്ടിരിക്കും. ഞാൻ വന്നപ്പോഴത്തേക്കും ഇവനെ വീട്ടില് കുരുത്തക്കേട് കാണിച്ച അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ അത് പറയാൻ വരുമ്പോഴത്തേക്ക് അങ്ങള് മൈക്ക് വെച്ചോണ്ടിരിക്കുന്നു. എവിടെ? ചെവിയിൽ. കണ്ട ഇവിടെ. എനിക്കിവിടെ ഒന്നുമില്ല. ആ, കൈ മാറ്റിയാലേ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തിരക്കായിരുന്നോണ്ട് ഞാൻ ചോദിച്ചത് പിന്നെ അങ്ങളുടെ അടുത്ത് പറയാൻ വന്നതാ. കൃഷ്ണമണി, ആ എന്തോ? നീ ഈയിടെയായിട്ട് ഞങ്ങളുടെ അടുത്ത് വിശേഷം പങ്കുവയ്ക്കാറില്ലല്ലോ, എന്താ കാര്യം? അങ്ങനെ അധികം വിശേഷങ്ങളൊന്നും എനിക്കില്ല. ഇപ്പൊ ഒരു വിശേഷം കിട്ടി. അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ എവിടെയായിരുന്നു? അച്ഛൻ മഞ്ചേരിയിലായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വരും. വീട്ടിലായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് വരാം. അപ്പൊ ഇവിടെ അമ്മയായിരുന്നോ? അപ്പൊ ഇവിടെ അമ്മയായിരുന്നു. അപ്പൊ നിങ്ങൾ 3 പേരും കൂടെ ഒരു റൂമിൽ കിടക്കും. അപ്പൊ അടിയുടെ പൂരമായിരിക്കുമല്ലോ. അവിടുന്ന് ഇവിടുന്ന് അടി, 2 സൈഡിൽ നിന്ന് അടി. അച്ഛൻ 2 അടി ഇവിടുന്ന് അങ്ങോട്ട് തരുമ്പോ അമ്മ 2 ഇടി. ഇല്ല, പക്ഷെ അതാ അവൻ പറഞ്ഞ, അവൻ കുരുത്തക്കേട് കാണിച്ച അവൻ അച്ഛനും അമ്മയും വീട്ടിൽ സപ്പോർട്ട് ചെയ്യുമെന്ന്. അതെന്താ കാണിച്ചാലല്ല. പക്ഷെ ഞാൻ ചോദിച്ചപ്പോ ഇവൻ അങ്ങനെയല്ലേ പറഞ്ഞേ? നല്ല അച്ഛനും അമ്മയും. കുരുത്തക്കേട് കാണിക്കാൻ ആരും സപ്പോർട്ട് ചെയ്യില്ല, ചെയ്യാറില്ല. അപ്പൊ എവിടുന്ന് ഏറ്റവും കൂടുതൽ അടി വരാറ്?
ഇവിടുന്ന് അടി വന്നിട്ടേ ഇല്ല. അല്ല ഹലോ, ഹലോ ഹലോ കുറെ നേരമായിട്ട് സംസാരിക്കുന്നു. ഏത് പാട്ടാ പാടുന്നത്? ഞാൻ ഇന്ന് റൊമാൻറ്റിക് സോങ്. അത് എനിക്ക് റൊമാൻറ്റിക് ആണോ അതോ ഫാസ്റ്റ് ആണോ എന്ന് അറിയില്ല. ഏത് പാട്ട്? ഞാൻ ഇന്നോട്ട് ഭയങ്കര സീരിയസ് ആണ്. മനക്കിളി തത്തെ മറക്കുട തത്തെ. അത്രയും പറയാ വേണ്ട, കുറച്ച് കുറയ്ക്കാം. മനക്കിലെ തത്തെ മറക്കുട തത്തെ. നീ ആദ്യം പറഞ്ഞ മറക്കുട തത്തെ അത്രയും നീ മറക്കണ്ട, ഞങ്ങളത് പൊറുക്കത്തില്ല. ഓക്കെ. ഇത് നീ റൊമാൻറ്റിക് സോങ് തിരഞ്ഞെടുത്തത് മണിയെണ്ണം വന്നോണ്ടാണോ? അല്ല, എന്നെ കിളിയാന്നല്ലേ പേര് വിളിച്ചേക്കുന്നത്. നിന്റെ പേര് കിളിയൻ. തത്ത കിളി. എനിക്ക് ഒരു കാര്യം മനസ്സിലായില്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഈ റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? യെസ് കം ഓൺ പറഞ്ഞു കൊടുക്കാൻ. ഈ റൊമാൻറ്റിക് സോങ് എന്ന് പറഞ്ഞു. മിനുട്ടിയുടെ ഇത് ഞാൻ അവൻ റൊമാൻറ്റിക് ഹീറോ ആണ് എപ്പോഴും എന്നോട് പറയാം. അതെ, എനിക്ക് ആ റൊമാൻറ്റിക്കിന്റെ അർത്ഥം ഈ അതെ റൂമാറ്റിക് എന്ന് പറഞ്ഞാൽ ഈ ബോഡി പെയിൻ അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവം. ഈ റൊമാൻറ്റിക് എന്ന് വെച്ചാൽ എന്താടാ? പറയടാ, അത് ഒരു പെയിനാന്ന് പറ. ഇല്ലടാ, നീ പറയ്. അല്ലാതെ ദീപക് സാർ മ്യൂസിക് ചെയ്യുന്ന പാട്ടുകളിലൊക്കെ ഉണ്ടല്ലോ റൊമാൻറ്റിക്. എനിക്ക് അറിഞ്ഞൂടാ അത് എന്താണ് ഈ ആൾക്കാർ റൊമാൻറ്റിക് എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ റൊമാൻറ്റിക് സോങ്സ് ചെയ്യുന്ന ആളാണ്. എന്താണ് ഈ റൊമാൻറ്റിക്? അത് എനിക്കും അറിയാതെ. ഈ പാട്ട് ഇപ്പൊ റൊമാൻറ്റിക് ആയിട്ട് പാടാൻ പോവാണെന്ന് പറഞ്ഞു. റൊമാൻറ്റിക് സോങ് ആണ്. അപ്പൊ എങ്ങനെയാ പാടാൻ പോകുന്നത്? എങ്ങനെയാണ് നീ റൊമാൻറ്റിക് ആക്കുന്നത്? നീ എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്? അതെ, ചിരിച്ചു പാടും. റൊമാൻറ്റിക് റൊമാൻസ് എന്ന് പറയുന്നത് ചിരിയാണോ? ഇങ്ങനെ അല്ലേ? ആഹാ, അതാണ് റൊമാൻറ്റിക്. പിന്നെ ദീപങ്ങളുടെ പാട്ടൊക്കെ റൊമാൻറ്റിക് ആന്ന് പറഞ്ഞാൽ ദീപങ്ങൾ ചിരിച്ചാ. ഓ, ചിരി ചിരിയോ നിന്നും റൊമാൻറ്റിക് അതാണോ? ചിരിച്ചു പാടുന്നതാണ് റൊമാൻറ്റിക്. അപ്പൊ എന്റെ ചിരി ചിരിയോ റൊമാൻറ്റിക് പാട്ടാണ് അല്ലേ? അതല്ലേ മോൻ ഉദ്ദേശിച്ചത്? ആയിരിക്കാം. ഇപ്പൊ അവന്റെ അവസ്ഥ എന്താണെന്നറിയോ? അവന്റെ കിളി പോയി. സത്യം പോയി. ഈ സിനിമയിലെ പാട്ട് നമ്മൾ പാടുമ്പം സിനിമാറ്റിക് പറയില്ലേ? അതുപോലെ റൊമാൻസ് ഉള്ള പാട്ടുകൾ പാടുമ്പോൾ റൊമാൻറ്റിക്. മനസ്സിലായോ? ഈ പ്രണയം ഉള്ള പാട്ട് പാടുമ്പോ എന്ത് പറയും? ഒന്ന് പാടിക്കേ. പ്രേമം ഇങ്ങനെ വഴിഞ്ഞൊഴുകണം. അതെ, ഒഴുക്കാനോ? അതെങ്ങനെ? വരട്ടെ, നിന്റെ വികാരം വരട്ടെ. തത്ത ശരിയായില്ല. അതെ, തത്തയ്ക്ക് റൊമാൻസ് ഇല്ല. അടുത്ത് മറക്കുട ശരിയായില്ല. മറക്കുട മണിക്കേലി തത്തേ മറക്കൂട തത്തേ ഏനിന്നല്ലേ മംഗളാതിരരാത്രി ആടണം പോൽ പാടണം പോൽ പാതിരാ പൂവിനു ഗന്ധർവൻ കാട്ടിൽ പോകണം പോ. റൊമാൻസ് ഉണ്ടല്ലോ. ഉണ്ടല്ലോ. നിനക്ക് ശരിക്കും റൊമാൻസ് ഉണ്ടല്ലോ. അതെ, ഇത് എവിടുന്ന് കിട്ടിയടാ? അത് ഞാൻ കുറച്ച് ഫീല് കൊടുത്തു പാടി. ആരെ ഓർത്ത്? എന്റെ അമ്മേനെ ഓർത്ത്. അപ്പം 9 വയസ്സുള്ള ശ്രീദേവിന് ഇപ്പൊ റൊമാൻസ് ശ്രീദേവിന്റെ അമ്മയോടാണ്. അതിന് നമ്മൾ തുടങ്ങി. റൊമാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. സ്നേഹം. മോന് മോന്റെ അമ്മയുടെ അടുത്താണ് സ്നേഹം, ശരിയല്ലേ? അപ്പൊ ആ സ്നേഹത്തോടെ ചിരിച്ച് ഒരു പാട്ട് പാടും. തത്ത വാങ്ങാൻ പോകുന്ന അല്ല, തത്ത നിന്റെ അമ്മ. അങ്ങനെ ആലോചിച്ച് നോക്ക്. അപ്പം ഒരു നല്ല സ്നേഹം വരും. നമ്മൾ ആ റൊമാൻസ് അമ്മയ്ക്ക് ഒരു സ്നേഹം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. പൊളിച്ചോ, നല്ല ചിരിച്ച്. മീനുട്ടി ചേച്ചി ഓരോ ഓൾ ദി ബെസ്റ്റ് വരുമ്പോഴും പുറത്തിങ്ങനെ അത് നമുക്ക് അസൂയ വരുന്ന. അസൂയല്ല, ഞാൻ ആവേശത്തിന്റെ പുറത്ത് അടിച്ചു പോയതാ. നിന്നെ കാണാൻ ഇത്തിരി സൗന്ദര്യം ഉണ്ട്. അവക്ക് ആ സൗന്ദര്യം ഉള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പ പ്രശ്നം. കൂട്ടുകാരികളൊക്കെ സുന്ദരിമാര് കൂട്ടുകാരികളുണ്ട്. എന്നിട്ട് എനിക്ക് കൂട്ടുകാരിമാരൊന്നുമില്ല. എന്നിട്ട് സുഖമാണോ എന്ന് ചോദിച്ചിങ്ങനെ. മീനുവിന് കൂട്ടുകാരികളില്ലേ? കൂട്ടുകാരികളുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് എപ്പോഴും കാണാറില്ലല്ലോ അവര്. ഈ പുറത്തടിയുടെ ഒരു കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു. കിളിത്തത്തേ മറക്കുടത്തത്തേ
മനക്കിളി തത്തേ മറക്കുട തത്തേ നല്ല മംഗളാതിര രാത്രി പാടണം പോൽ പാതിരാപ്പൂവിനു ഗന്ധർവൻ കാട്ടിൽ പോകണം പോൽ മനക്കിളി തത്തേ മറക്കുട തത്തേ മംഗളാതിര രാത്രി പാടണം പോൽ പാതിരാപ്പൂവിനു ഗന്ധർവൻ കാട്ടിൽ പോകണം പോ. കിളിമകനെ, എന്തോ കിളിപ്പാട്ട് കലക്കി. താങ്ക് യു സാർ. നന്നായിട്ട് പാടി. മോന്റെ പ്രായത്തിന് ഇത്രയും മതിയോ എന്നൊരു ചെറിയ സംശയമുണ്ട്, എന്നാൽ ഇത്രയും മതി എന്നൊരു സംശയമുണ്ട്. എൻ്റെ സാറേ, സനിൽ ചൗധരി സാറിൻ്റെ പാട്ട് ഇത്ര കഷ്ടപ്പെട്ട് പാടിയത് എനിക്കും ദൈവത്തിനും മാത്രമേ. അല്ല, ഇപ്പൊ ലോകം മുഴുവൻ എല്ലാവർക്കും അറിയാം. മോൻ പാടിയതിൽ ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്നറിയോ? ഏതാ? ആ പാലയ്ക്ക മാലയണിഞ്ഞോ ഇല്ലേ, ആ പോർഷൻ വളരെ രസമായിരുന്നു. നല്ലൊരു കൈഡി. അതുപോലെ തന്നെയായിരുന്നു അനുപല്ലവിയുടെയും എൻ്റെ പോർഷൻ കൊള്ളായിരുന്നു. പല്ലവി മോൻ എടുത്ത് ഇങ്ങനെ പെറുക്കി പെറുക്കി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്, കട്ട പെറുക്കുന്ന. അതായത് മനക്കല്ലേ അതല്ല, ഈസി ആയിട്ടൊന്ന് പാടി. മറക്കുടത്തേ മറക്കുടത്തേ മംഗളാതിര രാത്രി ആടണം പോൽ പാടണം പോൽ പാതിരാപ്പൂവിനു ഗന്ധർവൻ കാട്ടിൽ പോകണം. അതാ, അങ്ങനെ അറിയരുത്. അതായത് നോട്ട്സ് പാടുന്ന അറിയരുത്. അത് മോൻ മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇനി പ്രാക്ടീസ് കൊണ്ട് വന്നില്ലെങ്കിൽ ഞാൻ മീനൂട്ടി എടുത്ത് പറഞ്ഞ് മീനൂട്ടി 2 അടി തരും.
പിന്നെ എനിക്ക് ഏറ്റവും എന്നെ ചിരിപ്പിച്ച ഒരു രംഗമുണ്ട്. അതായത് പൊന്നാറ്റിൽ പാടി തുടിച്ചു കുളിച്ചോ നീ എന്ന് പറയുന്നത് അയ്യോ അതുപോലെ തന്നെ ചരണത്തിലും അതുപോലെ തന്നെ അതൊന്ന് പാടിക്കൊന്ന് കേക്കട്ടെ. തുടിച്ചു കുളിച്ചോ നീ ഇലക്കുരേഴും ചാലിച്ചണിഞ്ഞോ. മോനെ ഇഞ്ഞോന്ന് പറഞ്ഞ ഇങ്ങനല്ലേ വരണ്ടേ? ആന്നങ്ങനെ വരും. അതെനിക്ക് അറിഞ്ഞോളാത്തോണ്ട് ചോദിക്കുക. അണിഞ്ഞോ എന്നാണ് എന്റെ വാവണ്ട. അണിഞ്ഞോ അണിഞ്ഞോന്ന് പാടിക്കേ. പൊന്നാറ്റിൽ തുടിച്ചു കുളിച്ചോ നീ ഇലക്കുരേഴും ചാലിച്ചണിഞ്ഞോ. ചന്ദനക്കോടിയെടുത്തോ. ഇപ്പൊ കറക്റ്റാ. നേരത്തെ എന്തിനാ ആന്നാക്കിയത്? എന്റെ സാറേ എത്ര കഷ്ടപ്പെട്ടാണെന്ന് അറിയാവോ ഈ സരസ്വതി സാറിന്റെ പാട്ട് ഞാൻ പഠിച്ചെടുത്ത്. എനിക്ക് ദൈവത്തിന് മാത്രം അറിയാം. പക്ഷെ നന്നായിരുന്നു അവന്. സംഭവം കൊള്ളാം. എന്നാലും കുറച്ച് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നല്ല ഉഗ്രം പാട്ട്. സാർ. പിന്നെ പ്രയാസമുള്ള സംഭവം മോൻ ഈസി ആയിട്ട് പാടി. പാതിര പൂവിനു ഗന്ധർവൻ കാട്ടിൽ, അങ്ങനെ നോട്ടിങ്ങനെ ഇറങ്ങി വന്നില്ലേ, അതൊക്കെ തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. അതൊക്കെ മോൻ വളരെ ഈസി ആയിട്ട് പാടി, നന്നായിട്ട് പാടി. പിന്നെ പൊന്നാറ്റിൽ പാടിത്തുടിച്ചു കുളിച്ചോ നീ താ. പൊന്നാറ്റിൽ പാടിത്തുടിച്ചു കുളിച്ചോ നീ. ആ നീ അതിന്റെ എന്താണ് ഞാൻ പറഞ്ഞത്? നീ 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 നീ. ആ അത് ഞാൻ പാടിക്കൊടുക്കണ കൈ കൊണ്ട് ഇങ്ങനെ കണ്ടിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യണതാണ്. ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രശ്നം. നല്ല റൊമാൻസ് ഉണ്ടായിരുന്നു, കുറച്ചും കൂടി കൊണ്ടുവരാനുണ്ട് കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഇപ്പോൾ റൊമാൻസിന്റെ കാര്യത്തിലൊരു തീരുമാനമായില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇത് ശരിക്കും സ്നേഹമാണ് പാട്ട് എന്ന്. പക്ഷെ മോൻ്റെ അനുപല്ലവി വന്നപ്പോൾ മോൻ വളരെ സ്ട്രഗിൾ ചെയ്ത്, അതായത് കഷ്ടപ്പെട്ട് ഹൈ പോകുന്ന മാതിരിയൊക്കെ. അപ്പോൾ ആ സ്നേഹം നഷ്ടപ്പെടില്ലേ? അത് ഓർത്തില്ലേ അങ്കിൾ പറഞ്ഞത് സ്നേഹമുള്ള മാതിരി പാടണമെന്ന്? എന്നാലും ഞാൻ ചിരി വിട്ടില്ല, ഇങ്ങനെ തന്നെ അത് ഓർക്കണം. അല്ല, പക്ഷെ കഷ്ടപ്പെട്ട് ചിരിച്ചു പോകുന്നത് അത്ര നല്ല കാര്യമല്ല. അത് ഓർക്കണം കേട്ടില്ലേ? അത് ഓർത്തിട്ടുണ്ട്, അതെപ്പോഴും മനസ്സിലുണ്ട്. പക്ഷെ എന്നാലും നോക്കുന്ന സമയത്ത് മോൻ വല്ലാതെ കഷ്ടപ്പെടുന്ന മാതിരി തോന്നി. ഇപ്പൊ ആ ചന്ദന ആ ലൈനില്ലേ, അതെങ്ങനെയാ മോൻ പാടിയത്? ആ അവിടെ അതെന്താന്ന് വെച്ചാൽ അത് മോന് എടുക്കാൻ പറ്റാവുന്നതിന്റെ അറ്റം എത്തിയത്. അതിന്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മോൻ എന്താ കരഞ്ഞു പോകും. അത്രയും അതാണ് മോൻ പറഞ്ഞത്, ദൈവത്തിന് എനിക്ക് മാത്രം അറിയാം, സലിൽ ചൗധരി വല്ലാത്ത പണിയെ ഒപ്പിച്ച് വെച്ചെന്നൊക്കെ ആദ്യം പറഞ്ഞില്ലേ. അതെന്തുകൊണ്ടാണ് അത്ര ഹൈ എത്തുന്ന സമയത്ത് മോന് അവിടം വരെ എത്തുന്നില്ല? എന്തായാലും മോൻ ഇത്രയും പാടിയില്ലേ, ഇത് തന്നെ ഈ 9 വയസ്സുകാരൻ ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ അതിനൊരു കയ്യടി തരാൻ. അതെ അതെ അതെ. മോൻ്റെ ഈ എന്താ പറയണ്ട, ആദ്യം വന്നപ്പോൾ ഉണ്ടായ ഒരു എന്താണ് ബലം പിടുത്തമൊന്നും ഇപ്പം ഇല്ല. നല്ല റിലാക്സ്ഡ് ആയിട്ട് മോൻ നല്ല ചിരിച്ചൊക്കെയാണ് പാടുന്നത്. അതൊക്കെ നല്ല കാര്യം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മധു, നമ്മുടെ കഴിഞ്ഞ സീസണിലെ ഋതുരാജിനെക്കാട്ടിൽ ഇളയതാണിത്. അതിനേക്കാളുള്ളതാണോ? അത് ശരി, റിച്ചുവിനേക്കാളും ചെറുതാണല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ ക്ലിയർ നിട്ടത്. പക്ഷെ കാണുമ്പോ ഭയങ്കര പക്വത. ഇതിന്റെ അനുപല്ലവിയുടെ ലാസ്റ്റ് ലൈൻ ഒന്ന് പാടിയാ കേക്കട്ടെ. അനുപല്ലവിയുടെ ശംഖുഞ്ഞൂറിത്തട്ടുടുത്തോ ശ്രീദേവിയെ തൊഴുതോ, ശംഖുഞ്ഞൂറിത്തട്ടുടുത്തോ ശ്രീദേവിയെ തൊഴുതോ, ഇളം നീരും തേൻ പഴവും നേദിച്ചോ. നാടൻ പാട്ടിലെ മൈന, നാടോടിപ്പാട്ടിലെ മൈന, ഈ കണ്ണീർ പന്തലിനുള്ളിൽ എന്നെ കണ്ടാലോ കൂടെ വന്നാലോ. ഓ നാടൻ പാട്ടിലെ മൈന, നാടോടിപ്പാട്ടിലെ മൈന, ഈ കണ്ണീർ പന്തലിനുള്ളിൽ എന്നെ കണ്ടാലോ കൂടെ വന്നാലോ. മനക്കലത്തത്തെ മറക്കുടത്തത്തെ. കണ്ടോ? ഏകദേശം ഒരു പോലും ഇല്ലേ? ഇത് രണ്ടുപേരും മ്യൂസിക് ഡയറക്ടർ ചെയ്താണ്, സലിൽദ ചെയ്തതാണ്. മോനെ അത് ഗംഭീരമായിരുന്നു കേട്ടോ. എൻ്റെ ജനറേഷനിലുള്ളവർ ഈ പാട്ട് ഒരുപാട് എൻജോയ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1975 രാസലീല എന്നുള്ള സിനിമ ഇറങ്ങുമ്പോൾ കമലഹാസനും
ജയസുധയും കലക്കിയൊരു പടമാണ്. ശങ്കരൻ നായർ സാറ് ഡയറക്റ്റ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ നമുക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുള്ളത് കമലഹാസൻ്റെ ഗുണ്ടകളൊക്കെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു. വീട്ടിൽ നിന്നിട്ട് ജയസുധ പറയണില്ല എനിക്ക് കമലഹാസൻ അങ്ങനെ ക്യാരക്ടറിൻ്റെ എനിക്ക് ഇല്ലാതെ പറ്റത്തില്ല, ജാതിയുടെ കാര്യം നോക്കിയിട്ടില്ല, അതുകൊണ്ട് അയാളെ കിട്ടിയേ പറ്റുള്ളൂ എന്നിട്ട് കാര്യം പറയുമ്പം എന്നാൽ ശരി അവനെ കൊല്ലണ്ട എന്ന് വിളിച്ച് പറയാണ്. പക്ഷേ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്, അതിനകത്ത് കമലഹാസൻ്റെ വയറിലൊരു കുത്തുകൊള്ളുന്നു. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ കമലഹാസൻ ഈ വീട്ടിൽ വരെയാണ് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ എടുക്കുമ്പം വയറിൽ നിന്ന് കുടലെല്ലാം കൂടെ ഇങ്ങ് പുറത്തോട്ട് ചാടുക, പുള്ളി താഴെ വീണ് മരിക്കുന്നതാണ് രംഗം. അപ്പോൾ പിൽക്കാലത്ത് കമലഹാസൻ എന്നെ പറയണ്ടായി അത് എങ്ങനെ ഷൂട്ട് എന്ന് വെച്ചാൽ പുള്ളി എന്നെ രാവിലെ മെനക്കെട്ട് പോയിട്ട് ആടിനെ കൊല്ലുന്ന സ്ഥലത്ത് നിന്ന് കുടലെടുത്തുകൊണ്ടൊന്ന് പൊതിഞ്ഞ് വെച്ചു, ആ റിയാലിറ്റി അത്രയും നന്നാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ഞാനൊക്കെ 5 പ്രാവശ്യം കണ്ട സിനിമയാണ്. അതിഗംഭീര സിനിമ വെച്ചാൽ അത്ര സുഖമാണ്, പാട്ടുകൊണ്ടും പെർഫോമൻസ് കൊണ്ടും നല്ല പടവും. പിന്നെ ജെ വില്യംസിൻ്റെ അന്നൊക്കെ ഒരു അത്ഭുത ഫോട്ടോഗ്രാഫി ആയിരുന്നു, ബാക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് കമലഹാസൻ ആദ്യം അഭിനയിച്ച കണ്ണും കരലുമാണ്. ഇതുപോലെ ഇരിക്കും കാണാൻ, ഇതേപോലെ തന്നെ ഇട്ടിട്ട് ഇതേ സൈസ്, ഇതുപോലെ സുന്ദരം, ഈ നിറം, ഇതുപോലെ നിൽക്കുന്ന ഷർട്ടും ഒക്കെ നിൽക്കുന്ന സ്റ്റിൽസ് ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് മോൻ നന്നായിട്ട് പാടുകയും ചെയ്തു. ഇത് അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഇത് പാടാത്ത മൂളിക്കൊണ്ട് നടക്കാത്ത ചെറുപ്പക്കാരില്ല, അത്രയ്ക്ക് ഒരു വല്ലാത്ത സോങ് ആയിരുന്നു അത്. എന്തായാലും മോൻ അത് ആ കാലത്തിൽ ഈ പാട്ട് ഇത്രയും നന്നായിട്ട് ഇവിടെ പാടിയല്ലോ. കീപ് ഇറ്റ് അപ്പ്, ഗുഡ് ലക്ക് മോനെ, നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു. അപ്പൊ ക്ലിയർ മോനെ, നിനക്ക് കിട്ടുന്ന മാർക്ക് 7.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സാർ. ഇവിടുന്ന് വരുന്നത് 7.75. താങ്ക് യു സാർ. അപ്പോൾ ഇവിടുന്ന് ദേ വരുന്നു ഒരു 7.5 കൂടി. താങ്ക് യു സാർ. Total marks is 22.75 out of 30. താങ്ക് യു സാർ. And you get a triple wow. താങ്ക് യു സാർ. ആടിയൊരു തത്തമ്മ പൂക്കുറ്റി. Congratulations, you are awarded a triple wow. 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 താങ്ക് യു സാർ. ശ്രീദേവൂട്ടൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞു, ജഡ്ജ്മെൻ്റ് ഒക്കെ കേട്ടു, മാർക്കും വർത്തമാനങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനി പ്രേക്ഷകരുടെ സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ശ്രീദേവിൻ്റെ QR കോഡ് ഇവിടെ കാണാൻ പറ്റും, അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രീഡും നൽകുക. അല്ല, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നീ ചോദിച്ചോ. നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോ കുറെ നാള് നിലനിൽക്കണം എന്ന് ആലോചിച്ചിട്ടല്ലേ വാങ്ങുക? അല്ല, അതെന്താ? എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല. ഒരു സാധനം വാങ്ങും, പെട്ടെന്ന് പൊട്ടണേന്ന് ആലോചിച്ചിട്ട് വാങ്ങും, അതെന്ത് സാധനം? നീ പൊക്കോടാ, നീ പൊക്കോ. ഹായ് ആൻറ്റി, സുഖമല്ലേ? എന്നെ അറിയാം, എന്നെ അറിയാം. ആദ്യം ഇപ്പോഴത്തെ സ്ലോ ടോപ്പ് സിംഗറിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? മണിച്ചേട്ടൻ്റെ പാട്ട് പാടുന്നതുകൊണ്ടാണ് ആയിരിക്കുമല്ലേ ശ്രീഹരിനെ കൂടുതൽ? അപ്പോൾ നമ്മുടെ ശ്രീഹരി മണിച്ചേട്ടൻ്റെ ഓരോ പാട്ട് പാടുമ്പോഴും നമുക്ക് വേറൊരു ഫീലാണ് നമുക്ക്. ഇപ്പോൾ ഞാൻ ശ്രീഹരിയോട് എന്തെങ്കിലും പറയണോ? അന്വേഷിച്ചിട്ട് പറയണം. ഓക്കെ, അപ്പോൾ എന്തായാലും ശ്രീഹരിയുടെ ഒന്ന് പാട്ടൊന്ന് കേൾക്കാം. കണ്ടോ നാട്ടാരേ, കണ്ടോ എൻ നാട്ടാരേ, ഉണ്ടിടം മയെ കണ്ടോരുണ്ടോ? കാലവധി കാലേ ദൂരേക്ക് പോയില്ലേ, തിരികെ വന്നപ്പോ കണ്ടില്ലോളേ. കണ്ടോ നാട്ടാരേ, കണ്ടോ എൻ നാട്ടാരേ, ഉണ്ണിടം മയെ കണ്ടോരുണ്ടോ? കാലവധി കാലേ ദൂരേക്ക് പോയില്ലേ, തിരികെ വന്നപ്പോ കണ്ടില്ലോളേ. കഞ്ഞി കുടിക്കാണ്ട്, പഴം കഞ്ഞി കുടിക്കാണ്ട്, കാലം പുലർക്കാലെ പോയതാണേ. മേലെ കണ്ടത്തിൽ വിത്തേറിയ
ഡിസ്പ്ലേ പൊട്ടിയാലോ ഫോൺ കളവ് പോയാലോ എന്ത് ചെയ്യുന്ന പേടി നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ. എന്നാൽ ഇനി ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. ഫോൺ നമ്മുടെ മൈജിയിൽ നിന്നും വാങ്ങിയതാണെങ്കിൽ സൗജന്യമായി മാറ്റി കിട്ടും. പുതിയ ടെക്നോളജിയും ഗാഡ്ജറ്റുകളും മാത്രമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ഓഫറുകളും നമ്മുടെ മൈജിക്ക് സ്വന്തമാണ്. മൈജി പ്രൊട്ടക്ഷൻ പ്ലാനിലൂടെ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടിയാലോ കളവ് പോയാലോ തികച്ചും സൗജന്യമായി മാറ്റിക്കിട്ടും. അങ്ങനെ കസ്റ്റമറിന് ലഭിക്കുന്നു സ്വന്തം ഫോണിന് ഏറ്റവും മികച്ച സുരക്ഷ, ഒപ്പം മൈജിയുടെ വിശ്വാസ്യതയും. കേരളത്തിലെ മൈജിയുടെ 82 ഷോറൂമുകളിലും ഈ ഓഫറുകൾ ലഭ്യമാണ്. ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. മൈജി, സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. MG അങ്ങളെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ആരാണ്? ദേവനശ്രയ. വെൽക്കം ദേവനക്കുട്ടി ഓൺ സ്റ്റേജ്. ഡോറക്കുട്ടിക്ക് GRB ഗീ നൽകുന്ന ഒരു സമ്മാനം. അപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് നമ്മുടെ ദേവനക്കുട്ടി ഒരു മനോഹരമായ ഗാനം ഒരിക്കൽ കൂടി പാടി തരുന്നതായിരിക്കും അല്ലേ? I love you, I love you, I love you, mummy. I love you, I love you, I love you, mummy. മിഴിനീർക്കണങ്ങൾ മായാം ഒരു പാട്ട് മൂളാം കാതിൽ, ഈ കണ്ണിൽ ചുണ്ടിൽ നെഞ്ചിൽ തേനും മധുരാം ഞാൻ. ഈ നാട്ടുമാവിൽ നീളെ പാൽക്കതിരുകളാടും നാളെ, ഈ രാക്കിനാവിൻ കോട്ടിൽ ചായും പൂനിലാവല്ലേ. പൂങ്കാറ്റ് വന്നി പൂക്കൾ ചേർത്തു നെഞ്ചിൽ ചാരെ, ഈ പാതിരാ താരം നോക്കി നിന്നു ദൂരെ. ഈ മൂകവാനിൻ കോണിൽ സ്നേഹദീപം പോലെ, നീ കനവിലും നിലവിലും കതിരൊളിയായി. I love you, I love you, I love you, mummy. I love you, I love you, I love you, mummy. അന്നാട്ടുകട്ടിൽ പോലെ മടിമേലുറക്കി എന്നെ, ഈ കാതിൽ ദൂരാതേറെ താരാട്ടുകൾ പാടി. ഈ രാവുറങ്ങിടാതെ പകരം മുഴക്കും പാട്ടിൽ, ആ പോയ കാലം കോരി നിറച്ചു കാട്ടുതേനില്ലേ. മൺവീണയായി ഞാൻ നിന്നു മൗനഗാനം പോലെ, എന്നോവു തേങ്ങി പിന്നെ വീഴ്ചിരിക്കായി പൊന്നെ. ഈ മൂകവാനിൻ കോണിൽ ദീപനാളം പോലെ, നീ കനവിലും നിലവിലും കതിരൊളിയായി. I love you, I love you, I love you, mummy. I love you, I love you, I love you, mummy. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇത് തൽക്കാലം നമുക്കൊക്കെ പോവാൻ സമയമായി. നമ്മൾ നാളെ വീണ്ടും കാണും. Till then, it's bye bye from me.